നമസ്കാരം. PK മീഡിയയുടെ ലൈഫ് ചാനലിലൊരു പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും ഹൃദ്യമായ സ്വാഗതം. ഏറെ പരിചയമുള്ള വെറ്റിലയുടെ അറിയപ്പെടാത്ത ഒട്ടേറെ കാര്യങ്ങളുണ്ട്. അവയെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. പൈപ്രേസി കുടുംബത്തിൽപ്പെട്ട പൈപ്പർ ജനുസിൽപ്പെട്ട ഇലരൂപത്തിൽ ഉപയോഗിക്കുന്ന ഒരു സുഗന്ധവ്യഞ്ജനവും ഔഷധ സസ്യവുമാണ് വെറ്റില. വെറ്റില അതിപുരാതന കാലം മുതലേ നമ്മുടെ സംസ്കാരത്തിൻ്റെയും വിശ്വാസങ്ങളുടെയും ആചാരങ്ങളുടെയും ഒക്കെ ഭാഗമായിരുന്നതിനാൽ ഇന്ത്യയിൽ ധാരാളമായി ഇത് കൃഷി ചെയ്തിരുന്നു. വെറ്റില വിവിധതരം വീട്ടുമരുന്നുകളിലെ സാധാരണ ഒരു ഘടകമായിരുന്നു. പേരിന് പിന്നിലുള്ള കാര്യങ്ങളെ നോക്കാം. ഇതിൻ്റെ ഇംഗ്ലീഷ് ശാസ്ത്രീയ നാമം പൈപ്പർ ബെറ്റിൽ എന്നുള്ളതാണ്. മലയാളത്തിൽ ഇതിനെ വെറ്റില, വെറ്റിലക്കൊടി, വെറ്റില എന്നൊക്കെ വിളിക്കാറുണ്ട്. ഇംഗ്ലീഷിൽ ഇതിനെ ബെറ്റൽ ലീഫ്, പൈപ്പർ ബെറ്റൽ എന്നൊക്കെ വിളിക്കാറുണ്ട്. സംസ്കൃതത്തിൽ ഇതിനെ താമ്പൂലവല്ലി, നാഗവല്ലരി, സപ്തശിര എന്നൊക്കെ വിളിക്കാറുണ്ട്. ഹിന്ദിയിൽ ഇതിനെ പാൻ എന്നാണ് വിളിക്കുന്നത്. തെലുങ്ക് ഭാഷയിൽ ഇതിനെ തമലപാകു എന്ന് വിളിക്കാറുണ്ട്. തമിഴ് ഭാഷയിൽ ഇതിനെ വെറ്റിലൈ എന്നാണ് വിളിക്കുന്നത്. കാണപ്പെടുന്ന സ്ഥലങ്ങളെ നോക്കാം. ഈ ചെടിയുടെ ജന്മദേശം മലയായും സിംഗപ്പൂരും ഒക്കെയാണെന്ന് ചില സസ്യശാസ്ത്രജ്ഞന്മാർ പറയുന്നുണ്ട്. എന്നാൽ ഇതിൻ്റെ ഉത്ഭവം ഭാരതത്തിലാണെന്നാണ് മറ്റ് ചില സസ്യശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. ഇന്ത്യയിൽ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലും ചതുപ്പ് പ്രദേശങ്ങളിലും ഇത് കൃഷി ചെയ്തു വരുന്നുണ്ട്. ഇന്ത്യയിൽ സാധാരണയായി കേരളം, തമിഴ്നാട്, മധ്യപ്രദേശ്, പശ്ചിമ ബംഗാൾ, ഒറീസ എന്നിവിടങ്ങളിലാണ് വെറ്റില കൃഷി ചെയ്യുന്നത്. കേരളത്തിൽ ഉൾനാടൻ പ്രദേശങ്ങളിലാണ് ഇതിൻ്റെ കൃഷി കൂടുതലായിട്ട് കണ്ടുവരുന്നത്. തിരൂരാണ് കേരളത്തിലെ വെറ്റില കൃഷിയുടെ ആസ്ഥാനമായി കണക്കാക്കപ്പെടുന്നത്. അതുപോലെ തന്നെ ആലപ്പുഴ ജില്ലയിലെ വെൺമണി എന്ന സ്ഥലത്തും വെറ്റില കൃഷി ഉണ്ട്. തിരൂർ വെറ്റിലയ്ക്ക് ഭൗമസൂചിക അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. തിരൂർ വെറ്റിലയുടെ എരിവാണ് അതിൻ്റെ പ്രത്യേകത. ഇനി ഇതിൻ്റെ രൂപവിവരണം നോക്കാം. ചിരസ്ഥായിയായ ഒരു വള്ളിച്ചെടിയാണ് വെറ്റില. പർവ്വസന്ധികളിൽ നിന്നും പുറപ്പെടുന്ന ചെറിയ പറ്റുവേരുകൾ മുഖേന താങ്ങുകളിൽ പറ്റിപ്പിടിച്ച് മുകളിലേക്ക് വളരുന്നവയാണിവ. വെറ്റില ചെടിക്ക് ഹൃദയാകൃതിയിലുള്ള ലോലമായ തിളങ്ങുന്ന നീണ്ട തണ്ടോടുകൂടിയ മുനയുള്ള ഇലകളാണുള്ളത്. ഈ ചെടി പുഷ്പിക്കുന്നത് വളരെ വിരളമാണ്. പുഷ്പങ്ങൾ ആൺപൂക്കളും പെൺപൂക്കളും വ്യത്യസ്ത ചെടികളിലാണ് കണ്ടുവരുന്നത്. ഫലങ്ങൾ അപൂർവമായിരിക്കും. അവ മാംസളവുമായിരിക്കും. ചിലപ്പോൾ അരിമ്പാറയുടെ ആകൃതിയിലും വലിപ്പത്തിലുമുള്ള ഒരുതരം കറുത്ത കായകൾ ചില വെറ്റിലകളുടെ അടിഭാഗത്തായി കാണപ്പെടാറുണ്ട്. ഇനങ്ങളെ നോക്കാം. വെറ്റിലയിൽ പലതരം സസ്യങ്ങളുണ്ട്. തുളസി, വെൺമണി, അരിക്കൊടി, കൽക്കൊടി, കരിലാഞ്ചി, കർപ്പൂരം, ചീലാന്തി കർപ്പൂരം, കുറ്റക്കൊടി നന്ദൻ, പെരുങ്കൊടി, അമരവിള്ള പ്രമുട്ടൻ എന്നിവയാണ് കേരളത്തിൽ കൃഷി ചെയ്യുന്ന ഇനങ്ങൾ. തിരൂർ, പുതുക്കൊടി, നാടൻ, കുഴിനാടൻ, കരിനാടൻ, ചേലൻ എന്നീ പരമ്പരാഗത ഇനങ്ങളും കൃഷി ചെയ്തു വരുന്നുണ്ട്. പ്രായമനുസരിച്ച് വെറ്റിലക്കൊടികളെ 4ആയിട്ട് തരംതിരിക്കാം. തണ്ട് നട്ട് 5-6 മാസം പ്രായമായതിനെ കുഞ്ഞിക്കൊടി എന്നും, 6 മാസം മുതൽ 2 കൊല്ലം വരെയുള്ളതിനെ ഇളംകൊടി എന്നും, 2 മുതൽ 3.5 കൊല്ലം വരെ പ്രായമുള്ളതിനെ മുതുകൊടി എന്നും, അതിന് മുകളിലേക്ക് പ്രായമുള്ളതിനെ മുത്താച്ചിക്കൊടി എന്നും ആണ് വിളിക്കുന്നത്. പ്രാദേശികമായി ഈ വിളിക്ക് വ്യത്യാസം ഉണ്ടാകാം. ഇതിൽ ഇളംകൊടിയാണ് വലിയ വെറ്റിലകൾ ഉണ്ടാകുക. മുത്താച്ചിക്കൊടിയിലെ വെറ്റിലകൾ വളരെ ചെറുതായിരിക്കും. ശരാശരി ഒരു വെറ്റിലക്കൊടിയുടെ ആയുസ്സെന്ന് പറയുന്നത് 5-5.5 കൊല്ലം വരെയാണ്. ഉൽപ്പന്നങ്ങളെ നോക്കാം. ഇന്ന് മാർക്കറ്റിൽ വെറ്റില പേസ്റ്റുകൾ, പൊടികൾ, ജ്യൂസുകൾ എന്നിവയൊക്കെ ലഭ്യമാണ്. പൊതു ഉപയോഗങ്ങളെ നോക്കാം. വെറ്റിലയുടെ ഇല മുറുക്കാൻ, പാൻ എന്നിവയിൽ ചേർത്ത് ഉപയോഗിക്കാറുണ്ട്. ഇതൊരു ലഹരി വർദ്ധക വസ്തു കൂടിയാണ്. വെറ്റില ഒരു ആരോമാറ്റിക് ചെടിയായതിനാൽ വീടുകളിൽ ഒരു അലങ്കാര സസ്യമായി വളർത്താറുണ്ട്. പണ്ടത്തെ കാലത്ത് കേരളത്തിലൊരു മുഖ്യ കൃഷിയായിരുന്നു വെറ്റിലക്കൊടി. വെറ്റില കൃഷി കൊണ്ട് മാത്രം ഉപജീവനം കഴിച്ചിരുന്ന ഒരു ജനത ബ്രാഹ്മണർ ഒഴികെയുള്ള ജാതിമത ഭേദമന്യേ അക്കാലത്തുണ്ടായിരുന്നു. ആ അർത്ഥത്തിൽ, ആ ഒരൊറ്റ അർത്ഥത്തിൽ ഇതിന് നാണ്യവിള എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ്. വിശ്വാസവും ആചാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ നോക്കാം. ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ ഒരു പ്രധാന ഭാഗമാണ് വെറ്റില. അതിഥികൾക്ക് വെറ്റില നൽകുന്നത് ആതിഥ്യമര്യാദയുടെ അടയാളമായിട്ടാണ് ഭാരത സംസ്കാരത്തിൽ കണക്കാക്കപ്പെടുന്നത്. ദക്ഷിണേന്ത്യൻ സംസ്കാരത്തിൽ വിവാഹ ചടങ്ങുകളിൽ പ്രധാന അതിഥികൾക്ക്
അടക്കയും തേങ്ങയും ഒപ്പം 2 വെറ്റിലയും സമ്മാനമായി നൽകുന്ന സ്വീകരണമായി നൽകുന്ന ഒരു ചടങ്ങുണ്ട്. വളരെ പുരാതന കാലം മുതൽക്ക് തന്നെ ഭാരതത്തിൽ നടന്നു വന്നിരുന്ന വിവാഹം, പൂജ മുതലായ പല മംഗളകാര്യങ്ങളിലും വെറ്റില ഉപയോഗിച്ചു വരാറുണ്ട്. ദക്ഷിണ നൽകാൻ ഉപയോഗിക്കാറുണ്ട്. ഹൈന്ദവർക്ക് വെറ്റില പല വിശ്വാസങ്ങളുമായി കൂടിക്കലർന്നതാണ്. ആഞ്ജനേയൻ അഥവാ ഹനുമാന് പ്രിയപ്പെട്ടതാണ് വെറ്റിലമാല. ശനിയാഴ്ച ദിവസങ്ങളിൽ ഹനുമാൻ ക്ഷേത്രങ്ങളിൽ വെറ്റിലമാല സമർപ്പിച്ചാൽ തൊഴിൽ ലഭിക്കാനും ശനിദോഷം മാറാനും അനുഗ്രഹസിദ്ധിക്കുമെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ചില ശുഭകർമ്മങ്ങൾക്കും വെറ്റില ഉപയോഗിക്കാറുണ്ട്. വെറ്റില ചില പ്രത്യേക രീതികളിൽ പരിപാലിക്കുന്നതും വെച്ചുപിടിപ്പിക്കുന്നതുമെല്ലാം ഐശ്വര്യവും സമൃദ്ധിയും കൊണ്ടുവരുമെന്നാണ് വിശ്വാസം. വെറ്റിലയുടെ നേർത്ത അറ്റം വരുന്നിടത്ത് ലക്ഷ്മി ദേവിയും നടുവിൽ സരസ്വതിയും ഉള്ളിൽ വിഷ്ണുവും പുറം ഭാഗത്ത് ചന്ദ്രനും കോണുകളിലായി ശിവ, ബ്രഹ്മാവ് എന്നിവരും വസിക്കുന്നുവെന്നാണ് വിശ്വാസം. വെറ്റിലയിലെ ഞരമ്പുകൾ ഒരുമിച്ച് ചേരുന്നിടത്ത് ജ്യേഷ്ഠ ഭഗവതിയും വലതുവശത്ത് പാർവതിയും ഇടതുവശത്ത് ഭൂമിദേവിയും എല്ലാ ഭാഗങ്ങളിലും കാമദേവനും വസിക്കുന്നുവെന്നാണ് വിശ്വാസം. കൈലാസത്തിൽ ശിവപാർവതിമാർ മുളപ്പിച്ചെടുത്തതാണ് ഈ സസ്യമെന്ന് കരുതപ്പെടുന്നു. പാർവതീദേവി ദിവസവും താമ്പൂലം കഴിക്കാറുണ്ടെന്നതും ഒരു വിശ്വാസമാണ്. വാസ്തുവുമായിട്ട് ബന്ധപ്പെട്ട് വെറ്റില നട്ടുവളർത്തുന്നത് പൊതുവെ ഐശ്വര്യ ഭാഗ്യദായകമായിട്ടാണ് കാഴ്ചപ്പാട്. വീടിൻ്റെ കന്നിമൂല എന്നറിയപ്പെടുന്ന തെക്ക് പടിഞ്ഞാറേ മൂലയിൽ ഇത് നടുന്നത് വളരെ ഉത്തമമാണെന്ന് കരുതപ്പെടുന്നു. ഇത് വൃത്തിയായി പരിപാലിക്കുകയും ചെയ്യണമെന്നാണ് പറയപ്പെടുന്നത്. പൗർണമി ദിവസം വെറ്റിലമാലയുണ്ടാക്കി വീടിൻ്റെ മുൻവാതിലിൽ ഇടുന്നത് വീട്ടിലെ നെഗറ്റീവ് ഊർജം നീക്കി പോസിറ്റിവിറ്റി നിറയ്ക്കാൻ സഹായിക്കുമെന്നാണ് വിശ്വാസം. ശുഭകർമ്മങ്ങൾക്ക് മുന്നോടിയായി വെറ്റിലയും പാക്കും നാണയത്തൊട്ടും ദക്ഷിണ നൽകുന്നത് പതിവാണ്. വെറ്റിലയുടെ അഗ്രം വടക്കോട്ടോ കിഴക്കോട്ടോ വേണം പിടിക്കുവാനായിട്ട്. ദക്ഷിണ കൊടുക്കുമ്പോൾ വെറ്റിലയുടെ വാലറ്റം കൊടുക്കുന്നയാളുടെ നേരെ വരത്തക്ക വിധം പിടിക്കാനാണ് പറയപ്പെടുന്നത്. വാടിയതും കീറിയതുമായ വെറ്റില ശുഭകാര്യങ്ങൾക്ക് നല്ലതല്ലെന്നും കരുതപ്പെടുന്നു. വെറ്റിലയും പാക്കും വലത് കൈയിലേ വാങ്ങാവൂ എന്നും വെറ്റിലയ്ക്ക് അനേകം ഞരമ്പുകളുണ്ട്, അവയെല്ലാം വന്ന് സംഗമിക്കുന്നത് വാലറ്റത്താണ് എന്നും കരുതപ്പെടുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. രാസഘടകങ്ങളെ നോക്കാം. ഇലകളിൽ ബാഷ്പീകരണ ശേഷിയുള്ള ഒരു തൈലം അടങ്ങിയിട്ടുണ്ട്. കൊഴുപ്പ്, അന്നജം, കാർബോഹൈഡ്രേറ്റ്, കാൽസ്യം, ഫോസ്ഫറസ്, ഇരുമ്പ്, പൊട്ടാസ്യം, വിറ്റമിൻ സി, തയാമിൻ, നിയാസിൻ, റൈബോഫ്ലാവിൻ, കരോട്ടിൻ എന്നിവയും ഇതിലടങ്ങിയിട്ടുണ്ട്. ഫിനോൾ, അരക്കിൻ, ടാനിൻ, കാർഡിനിൻ, ഷാവിബെറ്റോൾ, ഷാവിക്കോൾ, ഐസോമെറോയിഡ് എന്നിവയും വെറ്റിലയിൽ അടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ ഔഷധ മൂല്യത്തെ നോക്കാം. വെറ്റിലയുടെ ഇലയും വേരുമാണ് ഔഷധയോഗ്യമായ ഭാഗങ്ങൾ. വെറ്റില വാതം, കഫം, തലവേദന, ശ്രദ്ധക്കുറവ്, pH ബാലൻസ്, മലബന്ധം, ദഹനം, വിശപ്പ്, മെറ്റബോളിസം, രക്തചംക്രമണം, കഫം, ചുമ, ബ്രോങ്കൈറ്റിസ്, മാനസിക നിലയുടെ പ്രശ്നം, വായ്നാറ്റം, മൂക്കിൽ നിന്നുള്ള രക്തസ്രാവം, മലേറിയ, ഷുഗർ, കൊളസ്ട്രോൾ, ജലദോഷം, ആസ്മ, ശ്വാസകോശ സംബന്ധമായ അലർജികൾ, അൾസർ എന്നിവയ്ക്കെല്ലാം ഫലപ്രദമായിട്ട് കരുതപ്പെടുന്നു. വെറ്റിലയുടെ ഇലയ്ക്ക് അണുനാശക ശക്തിയും അതിൻ്റെ വേരിന് ഗർഭനിരോധന ശക്തിയും ഉണ്ട്. പുരാതന കാലത്ത് വെറ്റില സുഗന്ധ ഉദ്ദീപന ഔഷധമായി ഉപയോഗിച്ചിരുന്നു. താമ്പൂലഭസ്മം, കഞ്ഞിക്കുറുക്കിലാതി വെളിച്ചെണ്ണ, പൂവാൻകുറുന്നലാതി അവണക്കെണ്ണ എന്നിവയിലെ ഒരു ചേരുവയാണ് വെറ്റില. ഔഷധ പ്രയോഗങ്ങളെ നോക്കാം. 1. വെറ്റില അരച്ച് 1 ഗ്രാം വീതം ചൂടുവെള്ളത്തിൽ കലക്കി പതിവായി കഴിച്ചാൽ മന്ദരോഗം കുറയുന്നതാണ്. 2. കട്ടിയുള്ള ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ ദഹനത്തിനായി ആഹാരശേഷം വെറ്റിലയും അല്പം ചുണ്ണാമ്പും ചേർത്ത് ചവച്ച് തുപ്പിക്കഴിഞ്ഞാൽ ദഹനം എളുപ്പമാകും. 3. ശരീരത്തിൻ്റെ വേദനയുള്ള ഭാഗങ്ങളിൽ ബാഹ്യമായി വെറ്റില അരച്ച് തേക്കുമ്പോൾ മുറിവുകൾ, പൊട്ടലുകൾ, വീക്കം മുതലായവയിൽ നിന്ന് ഉണ്ടാകുന്ന വേദനയിൽ അല്പം ആശ്വാസം ലഭിക്കും. വെറ്റില ചവയ്ക്കുന്നതും വേദനയ്ക്ക് ആശ്വാസം നൽകുന്നതാണ്. 4. വെറ്റില അരച്ച് വെളിച്ചെണ്ണയിൽ കലർത്തി, അതായത് വെറ്റില തൈലം
കാലുകൾക്കും പുറകിലും മസാജ് ചെയ്യുമ്പോൾ പേശികളിലെ വേദന, ചുവന്ന തടിപ്പ്, നീർവീക്കം എന്നിവ ഇല്ലാതാകും. 5. വളരെയധികം വെള്ളം ശരീരത്തിലുണ്ടായാൽ, അതായത് ശരീരത്തിൽ നീർക്കെട്ടുണ്ടായാൽ വീക്കം അനുഭവപ്പെടും. ഇത് പരിഹരിക്കുന്നതിനായി കുറച്ച് വെറ്റില ഉണക്കിപ്പൊടിച്ച് അത് പാലിൽ കലർത്തി കുടിക്കുക, ഭേദം അനുഭവപ്പെടും. 6. വെറ്റില അരച്ച് തേനിൽ കലർത്തി കഴിക്കുമ്പോൾ ഊർജ്ജസ്വലത, ഉത്തേജനം, ജാഗ്രത അല്ലെങ്കിൽ ശ്രദ്ധ എന്നിവ വർദ്ധിക്കുന്നതാണ്. 7. മൈഗ്രെയിനോ തലവേദനയോ ഉണ്ടെങ്കിൽ പുറത്തു പുരട്ടാനായി വെറ്റില തൈലം, അതായത് വെറ്റിലയുടെ നീര് എണ്ണയിൽ തിളപ്പിച്ചെടുക്കുന്നതിനാണ്. വെറ്റില തൈലം ഉപയോഗിച്ചാൽ ശമനമുണ്ടാകും. 8. മുഖത്തുണ്ടാകുന്ന ബ്ലാക്ക് ഹെഡ്സ്, മുഖക്കുരു, പാടുകൾ എന്നിവയ്ക്ക് വെറ്റില നീര് മുഖത്ത് പുരട്ടുന്നത് അതെല്ലാം കുറയ്ക്കാൻ സഹായിക്കുന്നതാണ്. 9. വെറ്റില നീരും വെളിച്ചെണ്ണയും സംയോജിപ്പിച്ച്, അതായത് വെറ്റില തൈലം ചെവിയിൽ 2-3 തുള്ളി ഇറ്റിച്ച് കഴിഞ്ഞാൽ അത് ചെവി വേദനയ്ക്ക് ശമനമുണ്ടാക്കുന്നതാണ്. 10. വെറ്റില വെള്ളത്തിലിട്ട് തിളപ്പിച്ച് തണുത്തതിന് ശേഷം ഈ മിശ്രിതം യോനിയിൽ പുരട്ടുന്നത് യോനിയിലെ ചൊറിച്ചിൽ ഒഴിവാക്കാനും യോനി ശുദ്ധിയാക്കാനും സഹായിക്കുന്നതാണ്. പ്രസവശേഷം ജനനേന്ദ്രിയ മേഖലയുടെ സങ്കോചത്തെ ഉത്തേജിപ്പിക്കുന്നതിന് ഇത് പഴയ കാലത്ത് സ്ത്രീകൾ ഉപയോഗിച്ചിരുന്നു. 11. ഡിയോഡ്രൻറ്റുകൾക്ക് പകരം വെറ്റില നീര് ഉപയോഗിച്ചാൽ ശരീര ദുർഗന്ധം ഇല്ലാതാകുന്നതാണ്. 12. കൃമി, വിര, വയർവീർപ്പ്, നാസാരോഗം, ശ്വാസകോശ രോഗം എന്നിവയ്ക്ക് വെറ്റിലയും കച്ചോലവും കൂട്ടി മുറുക്കുകയും അത് ഇറക്കുകയും ചെയ്താൽ ശമനമുണ്ടാകും. കച്ചോലം ഉണങ്ങിയ കച്ചോലമാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. 13. വെറ്റിലയും കുരുമുളകും ദിവസവും രാവിലെ വെറും വയറ്റിൽ 8 ആഴ്ച തുടർച്ചയായി കഴിച്ചാൽ ശരീരഭാരം കുറയ്ക്കുവാനായിട്ട് സഹായിക്കുന്നതാണ്. 14. വെറ്റിലയും കുരുമുളകും തിളപ്പിച്ച് കഴിക്കുന്നത് ആമാശയവേദന, അസിഡിറ്റി, ദഹനം, മലബന്ധം തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ സഹായിക്കുന്നതാണ്. 15. വെറ്റില നന്നായി അരച്ച് വെളിച്ചെണ്ണയിൽ കലർത്തി മുടിയിൽ പുരട്ടിയാൽ, സ്ഥിരമായിട്ട് ചെയ്താൽ മുടി കൊഴിച്ചിൽ നിയന്ത്രിക്കാനായിട്ട് സഹായിക്കും. 16. വായ്നാറ്റമുണ്ടെങ്കിൽ വെറ്റില ഇട്ട് നന്നായി തിളപ്പിച്ച വെള്ളത്തിൽ അത് ആറിയ ശേഷം സഹിക്കാവുന്ന ചൂടിൽ വായ കഴുകിയാൽ മാറുന്നതാണ്. 17. മുഖത്ത് കുരുക്കളുണ്ടെങ്കിൽ വെറ്റില പൊടിച്ച് മുഖക്കുരുവിന് മുകളിൽ പുരട്ടുക. വെറ്റില ഇട്ട് നന്നായി തിളപ്പിച്ചാറിയ വെള്ളം കൊണ്ട് മുഖം കഴുകിയാലും മുഖക്കുരു മാറുന്നതാണ്. 18. ത്വക്കിൽ അനുഭവപ്പെടുന്ന ചൊറിച്ചിൽ, അലർജി എന്നിവയ്ക്ക് വെറ്റില തിളപ്പിച്ച വെള്ളം കുളിക്കുന്ന വെള്ളത്തിൽ കലർത്തി ദിവസവും ഉപയോഗിച്ചാൽ അത് മാറുന്നതാണ്. 19. മുറിവുണ്ടാകുമ്പോൾ തന്നെ വെറ്റില ചതച്ച് പേസ്റ്റാക്കി ആ മുറിവിൻ്റെ ഭാഗത്ത് പുരട്ടുക. വെറ്റില ചതച്ച നീര് പിഴിഞ്ഞെടുത്ത് ഉള്ളിൽ കഴിക്കുക. അപ്പോൾ പെട്ടെന്ന് മുറിവ് ഭേദപ്പെടുന്നതാണ്. 20. വെറ്റില ചതച്ച് രാത്രി മുഴുവൻ വെള്ളത്തിൽ സൂക്ഷിക്കുക. രാവിലെ വെറും വയറ്റിൽ ഈ വെറ്റില ചേർത്ത വെള്ളം കുടിക്കുന്നത് മലവിസർജനം സുഗമമാക്കുന്നതിന് വളരെ നല്ലതാണ്. അതുവഴി പല അസുഖങ്ങളും ഭേദമാക്കുന്നതിന് സഹായിക്കും. 21. ചുമ, ജലദോഷം എന്നിവയുമായി ബന്ധപ്പെട്ട ശ്വാസകോശ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഒരു വെറ്റിലയിൽ കടുകെണ്ണ പുരട്ടി ചൂടാക്കി നെഞ്ചിൻ്റെ ആ ഭാഗത്ത് വയ്ക്കുക. അപ്പോൾ പ്രശ്നങ്ങൾ കുറയുന്നതായിരിക്കും. 22. കുറച്ച് വെറ്റില ഇലകൾ 2 കപ്പ് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് അതിലേക്ക് ഏലക്ക, ഗ്രാമ്പു, കറുവപ്പട്ട എന്നിവ കൂടി ചേർത്ത് നന്നായി തിളപ്പിച്ച് വറ്റിച്ച് 1 കപ്പാക്കുക. ഈ മിശ്രിതം ദിവസത്തിൽ 2-3 തവണ കഴിക്കുക. നെഞ്ചിലെ അസ്വസ്ഥതകൾ, ശ്വസന പ്രശ്നങ്ങൾ എന്നിവയിൽ ആശ്വാസം തേടാനാവും. 23. പല്ലുവേദന, മോണവേദന, മോണയിലെ നീർവീക്കം, ഓറൽ അണുബാധകൾ എന്നിവയെ അകറ്റി നിർത്തുന്നതിന് വെറ്റില ചവയ്ക്കുന്നത് നല്ലതാണ്. 24. കുറച്ചധികം ഇളം വെറ്റില ചൂടാക്കുക. വേദനയുള്ള അസ്ഥികൾക്കും സന്ധികൾക്കും ചുറ്റും അവയെ പൊതിഞ്ഞ് ഒരു ബാൻഡേജ് മറ്റോ വെച്ച് ചുറ്റി വയ്ക്കുക. വേദനയുടെ തീവ്രത, വേദനയുള്ള സ്ഥലത്തെ വീക്കം എന്നിവ ഗണ്യമായി കുറയുകയും സന്ധിവാതത്തിൻ്റെ ലക്ഷണങ്ങളെ ലഘൂകരിക്കുകയും ചെയ്യും. 25. ചെറിയ കുഞ്ഞുങ്ങൾക്ക് മലബന്ധമുണ്ടാകുമ്പോൾ വെറ്റിലയുടെ തണ്ട് അവണക്കെണ്ണയിൽ മുക്കി മലദ്വാരത്തിൽ വെച്ച് കഴിഞ്ഞാൽ ആ ബുദ്ധിമുട്ട് മാറിക്കിട്ടും. 26. കുട്ടികളിലെ ദഹനക്കേട് മാറാൻ വെള്ളത്തിൽ വെറ്റിലയും കുറച്ച് കുരുമുളകും ഇട്ട്
തിളപ്പിക്കുക. ഈ വെള്ളം അരിച്ച് 2 സ്പൂൺ ദിവസവും 2 നേരം കുഞ്ഞുങ്ങൾക്ക് കൊടുത്താൽ ദഹനക്കേട് മാറും. 27 വെറ്റില വെള്ളത്തിലിട്ട് തിളപ്പിക്കുക. ഏലക്കായും കറുവാപ്പട്ടയും ഇടുക. ഇത് ദിവസം 2-3 നേരം കുടിക്കുക. കുറച്ച് ദിവസം ഉപയോഗിച്ചാൽ ചുമയ്ക്ക് ആശ്വാസം കിട്ടും. 28 തലവേദന അകറ്റാൻ വെറ്റില നീര് നെറ്റിയിൽ പുരട്ടിയാൽ മതി. 29 കുറച്ച് വെറ്റില ചതച്ചതിൽ മഞ്ഞൾ ചേർത്ത് വേദനയോ അലർജിയോ ഉള്ളിടത്ത് പുരട്ടിയാൽ ആ വേദനയും അലർജിയും കുറയുന്നതാണ്. 30 വെറ്റില നീര് പാലിൽ ചേർത്ത് കഴിക്കുന്നത് മൂത്രതടസ്സം മാറുന്നതിനും കൂടുതൽ മൂത്രം പോകുന്നതിനും സഹായിക്കുന്നതാണ്. 31 വ്രണമുള്ള ഭാഗത്ത് അവണക്കെണ്ണ പുരട്ടിയ ഇളം ചൂടുള്ള വെറ്റില പതിപ്പിച്ച് വയ്ക്കുക. വ്രണം പൊട്ടി ചലം പുറത്തു പോകുന്നതിന് സഹായിക്കും. ഓരോ മണിക്കൂർ ഇടവിട്ടും ഇതിങ്ങനെ മാറ്റി വെച്ചുകൊണ്ടിരിക്കണം. 32 മുലയൂട്ടുന്ന സമയത്ത് വെറ്റില നീര് എണ്ണയിൽ ചേർത്ത് സ്തനങ്ങളിൽ പുരട്ടുന്നത് മുലപ്പാൽ കൂടുതൽ ചുരത്താനായിട്ട് സഹായിക്കുന്നതാണ്. 33 വെറ്റില അരച്ച് പഴവും തേനും കൂടി കുഴച്ച് കഴിക്കുന്നത് ചുമയ്ക്ക് ആശ്വാസം നൽകുന്നതാണ്. 34 വെറ്റില നീര് 1 ടീസ്പൂൺ തേൻ ചേർത്ത് കഴിക്കുന്നത് നാഡീവേദന, നാഡീ തളർച്ച എന്നിവയ്ക്ക് ആശ്വാസം നൽകും. 35 മുറിവുകളിൽ വെറ്റില നീര് പുരട്ടി വെറ്റില കൊണ്ട് തന്നെ കെട്ടിവെച്ചാൽ 2-3 ദിവസത്തിനുള്ളിൽ ഭേദമാകും. 36 ശ്വാസകാസ രോഗങ്ങളുള്ളവർ അതിന് കഴിക്കുന്ന ഗുളികകൾ വെറ്റിലച്ചാറിൽ കഴിച്ചു കഴിഞ്ഞാൽ ആ ഫലം വർദ്ധിക്കുന്നതാണ്. ഇതിൻ്റെ കൃഷി ചെയ്യുന്ന കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. ഉയർന്ന കരപ്പാടങ്ങളിലും താഴ്ന്ന സ്ഥലങ്ങളിലും വെറ്റില കൃഷി ചെയ്യാം. അടയ്ക്കാത്തോട്ടങ്ങളിലും തെങ്ങിൻ തോപ്പുകളിലുമൊക്കെ ഇടവിളയായി ഇതിനെ വളർത്താവുന്നതാണ്. നീർവാർച്ചയും വളക്കൂറുമുള്ള മണ്ണിൽ വെറ്റില നന്നായിട്ട് വളരും. ചെമ്മണ്ണ് പ്രദേശങ്ങളിലും വെറ്റില നന്നായി വളരും. 2 പ്രധാന കൃഷികാലങ്ങളിലാണ് വെറ്റില നടാനായിട്ട് അനുയോജ്യമായിട്ടുള്ളത്. ഒന്ന് മെയ് ജൂണിൽ കൃഷി ഇറക്കുന്ന ഇടവക്കൊടിയും 2 ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ കൃഷി ഇറക്കുന്ന തുലാക്കൊടിയുമാണുള്ളത്. വെറ്റിലക്കൊടി നടാൻ തടങ്ങളെടുക്കണം. തടങ്ങൾ തമ്മിൽ 1.25 മീറ്റർ അകലമുണ്ടായിരിക്കണം. കാൽമുട്ടിനോളം ആഴം ഉണ്ടാകണം. അതിലത്യാവശ്യം വളവും മേൽമണ്ണും ഒക്കെ ഇട്ട് അത് തടം ശരിയാക്കിയെടുക്കണം. താഴേക്ക് തൂങ്ങി നിൽക്കുന്ന നിലത്തെത്താറായ ആരോഗ്യമുള്ള തണ്ടുകൾ മുകളിൽ വെച്ച് മുറിച്ചെടുത്ത് അതിൻ്റെ വെറ്റിലകൾ നുള്ളിക്കളഞ്ഞ് 5 മുട്ടുകൾ വീതമുള്ള കഷ്ണങ്ങളാക്കി അതിൻ്റെ 3 മുട്ടുകൾ മണ്ണിനടിയിലും 2 മുട്ടുകൾ മണ്ണിന് മുകളിലുമായിട്ട് വരത്തക്ക വിധം നടുക. ഒരു തടത്തിൽ 4 തണ്ടുകൾ വീതം നടണം. നട്ടു കഴിഞ്ഞാൽ തടത്തിൽ എപ്പോഴും ഈർപ്പം നിലനിർത്തണം. 10-15 ദിവസങ്ങൾക്കുള്ളിൽ തളിർ വരാൻ തുടങ്ങും. തടങ്ങളിൽ വെള്ളം കെട്ടി നിൽക്കാതെ സൂക്ഷിക്കണം. ചെറിയ തളിരിലകൾ വരാൻ തുടങ്ങിയാൽ ചാണകം കലക്കി ഒഴിച്ചു കൊടുക്കണം. പിണ്ണാക്കും ആ കൂട്ടത്തിൽ ചേർക്കുന്നത് നല്ലതാണ്. 2 മാസം കൂടുമ്പോഴെങ്കിലും പച്ചിലയും ചാണകമൊക്കെ ഇട്ടു കൊണ്ടിരിക്കണം. ചെടി ഒരാൾ പൊക്കത്തിൽ വളർച്ചയെത്തിയാൽ 4 തണ്ടുകളും മുളയിൽ നിന്ന് പതുക്കെ അടർത്തി മാറ്റി മേൽഭാഗത്തെ തളിരിലകൾ ഒഴികെയുള്ള വെറ്റിലകൾ നുള്ളിക്കളഞ്ഞ് ഓരോ തണ്ടും തടത്തിൽ വളച്ചു വെച്ച് അഗ്രഭാഗം ഏകദേശം 1 മുഴത്തോളം ബാക്കി വെച്ച് മണ്ണിട്ട് മൂടണം. അങ്ങനെ ഇതിനെ വളച്ചു കെട്ടലെന്നാണ് പറയുന്നത്. അങ്ങനെ വളച്ചു കെട്ടിക്കഴിഞ്ഞാൽ തണ്ടുകൾ പൊട്ടിക്കൂടാൻ വേണ്ടി കൂടുതൽ റിസൾട്ട് ഉണ്ടാകാനായിട്ട് നല്ലതാണ്. 1.5-2 മാസം കൂടുമ്പോഴാണ് വെറ്റില നുള്ളിയെടുക്കാൻ പറ്റുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അധികം മൂക്കാത്ത വെറ്റില വേണം ഔഷധത്തിന് വേണ്ടി ഉപയോഗിക്കാൻ. തീരെ ഇളതും ആവരുത്, ഒരുപാട് മൂത്തതും ആകരുത്. ജൈവ കീടനാശിനികളാണെങ്കിൽ പോലും വിളവെടുപ്പിന് 15 ദിവസം മുമ്പ് വരെ ഒന്നും തളിക്കരുത്. അതിനിപ്പുറം ഒന്നും തളിക്കരുത്. അത് വെറ്റില ഉപയോഗിക്കുമ്പോൾ ഹാനികരമായെന്ന് വരാം. വെറ്റില ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. എന്നാൽ വെറ്റിലയുടെ കൂടെ അടയ്ക്ക, ചുണ്ണാമ്പ്, പുകയില എന്നിവ വെച്ച് മുറുക്കുന്നത് ആരോഗ്യക്ഷതത്തിനും ഒരുപക്ഷെ ക്യാൻസറിനുമൊക്കെ കാരണമായെന്ന് വരാം. പാർശ്വഫലങ്ങളെ നോക്കാം. വെറ്റില വളരെ ഫലവത്തായ ഒരു ഔഷധമാണെങ്കിലും അമിതമായി ചവയ്ക്കുന്നത് നമ്മുടെ വായിലെ രസം മുകുളങ്ങൾ നശിക്കാനായിട്ട് കാരണമാകും. വായുടെ ടേസ്റ്റ് കുറയാനായിട്ട് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ TB, കുടലിലെ വ്രണം, ചുഴലി രോഗം എന്നിവയുള്ളവർ വെറ്റില ഉപയോഗിക്കാൻ പാടുള്ളതല്ല. കലയും സാഹിത്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാം. വെറ്റിലയുടെ ഉപയോഗം 2000 വർഷത്തിന് മുമ്പേ തുടങ്ങിയതാണെന്ന് ശ്രീലങ്കയിലെ പുരാതന ചരിത്ര പുസ്തകമായ മഹാവിസ്മയിൽ
സൂചിപ്പിക്കുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഭാഷകളിലൊന്നായ പാലിയിലാണ് ഈ പുസ്തകം, പാലി ഭാഷയിലാണ് ഈ പുസ്തകം എഴുതിയിട്ടുള്ളത്. ധ്രുവം എന്ന സിനിമയിൽ ഷിബു ചക്രവർത്തി എഴുതി SP വെങ്കടേഷ് സംഗീതം നൽകി ജി വേണുഗോപാലും KS ചിത്രയും ചേർന്ന് ആലപിക്കുന്ന ഗാനം ആരംഭിക്കുന്നത് ഇപ്രകാരമാണ്. തളിർവെറ്റിലയുണ്ടോ വരദക്ഷിണ വയ്ക്കാൻ, കറുകവയൽ കുരുവി മുറിവാലൻ കുരുവി, കുതിരാടും വയലിൽ ചെറുകാവൽക്കാരി എന്നാണ്. ലളിതഗാനങ്ങൾ എന്ന സിനിമയിൽ ONV കുറിപ്പ് എഴുതി KP ഉദയഭാനു സംഗീതം നൽകിയ ഗാനം ആരംഭിക്കുന്നത് പ്രകാരമാണ്. വെറ്റില ചുവന്ന ചുണ്ടിലോരോണ പാട്ടൂഞ്ഞാലാടി എന്നാണ്. ഈ ഇവിടെ പറഞ്ഞിട്ടുള്ള ഔഷധ പ്രയോഗങ്ങൾ വിദഗ്ധനായ വൈദ്യൻ്റെ മേൽനോട്ടത്തിൽ വേണം ചെയ്യാനെന്ന കാര്യം ഓർമ്മപ്പെടുത്തുന്നു. സ്വയം ചികിത്സ ചിലപ്പോൾ അപകടങ്ങളുണ്ടായി എന്ന് വരാം. ഈ അറിവുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് ആശംസിക്കുന്നു. എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി. നല്ല നമസ്കാരം.